ഹലോ, ജിജിമാസ് കിച്ചൻ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 റെസിപ്പീസായിട്ടാണ്. നല്ല ഒരു കോംബോ റെസിപ്പീസായിട്ടാണ്. ആദ്യത്തേത് ഒരു ചിക്കൻ കറിയാണ്. അതും പ്രശസ്തനായ ഒരാളുടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. അതിൻ്റെ കൂടെ തന്നെ ജിജിമ ഉണ്ടാക്കിയിരിക്കുന്നത് പാൽപൂരിയാണ്. പനിപ്പൂരിയല്ല, പാൽപൂരിയാണ്. നല്ലൊരു കോമ്പിനേഷനാണിത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം ഒന്ന് പോയിട്ട് വരാം. നമുക്ക് ആദ്യം ഒരു കടായി വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി ഒന്ന് 2ആക്കി നടുക്ക് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും ക്രഷ് ചെയ്തത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും പച്ചമുളക് നടുക്ക് കീറിയതും എടുക്കുക. അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ സവാള നന്നായി വാടിക്കിട്ടാനുള്ള ഉപ്പ് ചേർത്ത് ഇതുപോലെ ഒന്ന് കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതാദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ സവാള, ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫ് പിള്ളയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഈസി ചിക്കൻ കറിയാണിത്. ഇതിൻ്റെ അകത്ത് ഭയങ്കര ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചിക്കനിട്ട് ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് തക്കാളി ഇതേപോലെ ഒന്ന് തിന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതിനേക്കാളും തക്കാളി ഇതുപോലെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കറിയായിട്ട് മിക്സായി ശരിക്കും അതിലേക്ക് അലിഞ്ഞ് ചേരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ചിക്കൻ കറിയിൽ ചെയ്യുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ പൊടികളൊക്കെ വളരെ കുറവാണ് ചേർത്തിട്ടുള്ളത്, മല്ലിപ്പൊടിയാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു കറിക്ക് ഒരു നല്ല ഈ പൊട്ടറ്റോൻ്റെയും ചിക്കൻ്റെയും തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വരിക പൊടികളുടെ ടേസ്റ്റിനേക്കാളും. പിന്നെ ഉള്ളത് കുഞ്ഞുള്ളിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ കൂടുതൽ നിൽക്കുന്നത്.
അങ്ങനെ അതിനെ നല്ല പോലെ വറ്റിച്ചെടുക്കണം. ഇതിൽ വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല, വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ, ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് ഇതേപോലെ ഒഴിച്ച തേങ്ങാപ്പാലും ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് അതുപോലെ കുറുകി എടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് വറവ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഷെഫ് പിള്ളയുടെ ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി. വളരെ ഈസിയാണല്ലേ. കുറച്ച് സമയം കൊണ്ട് കുറച്ച് പൊടികളും കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിതിലേക്ക് കോമ്പിനേഷനായിട്ട് ചെയ്യാൻ പോകുന്നത് പാൽപൂരിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചോറ്, അതേ അളവിൽ തന്നെ പാൽ, 1/2 കപ്പ് പാൽ. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ അതിൽ വെള്ളം വേണം എന്ന് തോന്നുവാണെങ്കിൽ വെള്ളം ഒഴിക്കരുത്. വീണ്ടും കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ നല്ലപോലെ കുഴഞ്ഞു കിട്ടും. ഇനി നമ്മൾ പത്രി പ്രസ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഇതിനെ പൂരിയുടെ ഷേപ്പിലേക്ക് പരത്തിയെടുക്കാം. എല്ലാം തന്നെ ആ ഷേപ്പിലേക്ക് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് ചെയ്യുന്നത് ചുട്ടെടുക്കുകയല്ല, നമ്മൾ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ഓയിലിൽ ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതേപോലെ എല്ലാം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ പൂരി പോലെ തന്നെ നന്നായിട്ട് പൊളച്ച് വരും. ഇത് കഴിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബൗളിൽ പാലെടുത്തിട്ട് ആ പാലിലേക്ക് ഈ പൂരി പൊട്ടിച്ച് ആ പാലിൽ മുക്കിയിട്ട് കറി കൂട്ടി കഴിക്കുന്നതാണ് ശരിക്കുമുള്ള ഇതിൻ്റെ രീതി. അതല്ല പൂരി പോലെ തന്നെ, നമ്മൾ പൂരി വെറുതെ കഴിക്കില്ലേ, അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഇനി അതും അല്ലെങ്കിൽ സാധാരണ നമ്മൾ പത്തിരി ചെയ്യില്ലേ, പത്തിരിയിൽ എന്താ ചെയ്യുക, പാൽ ഇങ്ങോട്ടേക്ക് ഒഴിച്ചിട്ട് പത്തിരിയിലേക്ക് പാലൊഴിച്ചിട്ട് നല്ല കുതിർത്തിയിട്ട് കഴിക്കുന്ന ഒരു രീതി, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ കറി ഇതാ ലാസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുക. നല്ല കുഴമ്പ് പോലെയാണ് ചിക്കൻ കറി ഇരിക്കുക. ഇതേപോലെ വെറുതെ പൊട്ടിച്ച് അതിന് ഇതേപോലൊരു ബൗളിൽ പാലെടുത്ത് അത് മുക്കി ഈ കറി കൂട്ടി കഴിക്കാനും അതല്ലെങ്കിൽ പാലിൽ മുക്കി വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനത്തെ നല്ല ഏത് രീതിയിൽ കഴിച്ചാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. താങ്ക് യു.